ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ മഹത്വങ്ങൾ ധാരാളമായി കവിതകൾ അറബിയിലും മലയാളത്തിലും മറ്റു ഭാഷകളിലുമെല്ലാം തന്നെ ബദരീങ്ങളുടെ മഹത്വങ്ങൾ ഒരുപാട് ആളുകൾ പാടിയിട്ടുണ്ട്. അതിൽ നമ്മൾ പഴയകാലത്തെ നമ്മൾ വീടുകളിലൊക്കെ ഉപ്പമാരും ഉമ്മമാരൊക്കെ ചൊല്ലി വന്നത് ബദരിയത്തുൽ ഹംസിയ എന്ന ബദറുബൈത്താണ്. ബദറുബൈത്ത് വലിയ മഹത്വമുള്ള ഒന്നാണ്. അസ്ഹാബുൽ ബദരീങ്ങളെ മദ്ഹ് പറഞ്ഞ് അവരുടെ പേര് ചൊല്ലി ദുആ ചെയ്യലാണത്. അതിൻ്റെ തുടക്കം ബിസ്മിൽ മുഹൈമിനി അബ്തദീം ലായി വബിഹംദിഹി ശുക്റൻ അലന്നഅമായി ثم الصلاة مع السلام على الذي قد خص بالمعراج والإسراء. ബിസ്മിയും ഹംദൊക്കെ തുടങ്ങിയിട്ട് ബദരീങ്ങളുടെ മഹത്വങ്ങൾ പറയാണ്. വല്ലാലി വല്ലസ്ഹാബി അഇലാമിൽ ഹുദാ സീദിൽ മശാഹിദി മുൻജിദിൽ ലഹ്ഫായി വനളംതുഹാ ഹിർസൻ ലിയസ്ഹുല ഹിഫ്ളുഹാ മർഹം ലിഹാലിൽ ഖാരി തല്ലായി. ഈ ബദരീങ്ങളുടെ ബദറുബൈത്ത് ഞാൻ ഹംസിയ അത് ബൈത്തുകളാക്കിക്കൊണ്ട് കോർവയിൽ ഒപ്പിച്ചതാണ്. അതെന്തിനാണ്? ലിയകൂന ഫീ ഹിഫ്ളില്ലാഹി വയർസിഹി മിൻ കുല്ലി മാ യുഖ്ശാ മിനൽ ഈദായി. ചെല്ലുവാനും പഠിക്കുവാനും ഒക്കെ വളരെ സിമ്പിളാണ്. ബദരീങ്ങളുടെ പേര് എഴുതി വെച്ച വീട്ടിൽ വലിയ ബർക്കത്താണ്. ബദരീങ്ങളുടെ പേരുകൾ ചൊല്ലുന്നവർക്ക് വലിയ ബർക്കത്താണ്. അയ്ലൻ വയഅമന മിൻ അദുവിൻ സായിലിൻ വഇദാ സമാ ഫിൽ ഫുൽകി ശർറു വബായി. അങ്ങനെ അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ ഇങ്ങനെ ഈ ബദറുബൈത്തിൻ്റെ ബദരിയത്തുൽ ഹംസിയ ഇതിനൊരുപാട് വ്യാഖ്യാനങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇത് ചെല്ലുന്ന ആളുകൾക്ക് ബദർ സ്മരണ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ വത്തറൽ അജായിബ ഇത് അദംത തിലാവതൻ ഫിഹാ മഅൽ സുബാഹി വൽ ഇംസായി. വത്തറൽ അജായിബ അത്ഭുതങ്ങൾ നിനക്ക് കാണാം മോനെ. ഇത് അദംത തിലാവ എന്നും അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരുകൾ ദായിമയായി നീ ചൊല്ലി വന്നാൽ ഫിഹാ മഅൽ സുബാഹി വൽ ഇംസായി പ്രഭാതത്തിലും പ്രദോഷത്തിലും അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരങ്ങ് ചൊല്ലിയാൽ വത്തറൽ അജായിബ നിന്റെ ജീവിതത്തിൽ നിനക്ക് അത്ഭുതങ്ങൾ കാണാം. മാഷാ അല്ലാഹ്. അങ്ങനെയുള്ള മഹാന്മാരായിരിക്കുന്ന അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ ഒരുപാട് നമ്മുടെ അറബിയിൽ വിരിഞ്ഞിട്ടുണ്ട്. മലയാളത്തിലും അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവ്യങ്ങൾ ഒരുപാട് വിരിഞ്ഞിട്ടുണ്ട്. അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ അതിൽപ്പെട്ടതാണ് ബിസ്മിയും ഹംദും സലാത്തും സലാമാലും ബിൻ്റെ പീറകെ തോടങ്ങുന്നൻ യാ അല്ലാഹ് അഷ്റഫദാനേ സ്വാഹബുൽ ബദർ മാല ആടുവാനെന്നിൽ ഓതക്കം വശങ്ങളാ തശ്രീഫാദാണോ റാസ് മക്കളൊക്കെയും തീർത്ത് മോശിയുവാൻ ഏകണം നീയല്ലാഹ്. ബഷറിലും ജിന്നിലും ആകെ മുർസലായി
ബാണനബിൻ്റെ താനിയും അരുളല്ലാ നിറവായ എല്ലാ സ്വഹാബാരെ കാണേയും നേശം പാടച്ചോൻ ഇവർകളെ ആക്കുമേ ഒരു നാൾ നബിയോട് ഓതി ജിബിരിലും ഉങ്കൾ വിചാരം വേറെ കൊണ്ടെന്താമേ. നേരത്തെ പറഞ്ഞ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നബിയെ അസ്ഹാബുൽ ബദരീങ്ങളെപ്പറ്റി തങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഒരു കേട്ട് ത്വാജവാബൻ സ്വഹാബികൾ ഒക്കെയിൽ പോരീശ പെറ്റോറി വേരാമേ. മറ്റ് സ്വഹാബത്തുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ സ്വഹാബത്തുകൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. സയ്യിദനാ വ ഹബീബുനാ റസൂലുള്ളാഹ് അസ്ഹാബുൽ ബദരീങ്ങളുടെ മദ്ദങ്ങൾ അറബിയിലും മലയാളത്തിലുമായി ധാരാളം കവിതകൾ വിരിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ മലയാളത്തിൽ വിരിഞ്ഞ കവിതകളുടെ കൂട്ടത്തിൽ വളരെയേറെ പ്രസിദ്ധിയാർജിച്ചതാണ് ബഹുമാനപ്പെട്ട മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മനോഹരമായ അവതരണം. മോയിൻകുട്ടി വൈദ്യരാണ് ആധികാരികമായി ബദർ യുദ്ധം നടക്കുന്നത് പോലെ അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ മോയിൻകുട്ടി വൈദ്യർ വരച്ച് കാണിക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ ധാരാളം കവിതകൾ അസ്ഹാബുൽ ബദരീങ്ങളെ പറ്റിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ മുസ്ലിം മനസ്സുകളിൽ എന്നുമെന്നും താലോലിക്കുന്നൊരു പാട്ട്, ബദർ യുദ്ധകാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാഉൽ ബദരീങ്ങളെ. ബദർ യുദ്ധകാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാഉൽ ബദരീങ്ങളെ. ഉദികത്തും ഇസ്ലാമിൻ ഉയർമാലും കൊടുത്തുള്ള ഉഷിര പോൽ പൂലികളാം ശുഹദാക്കളെ. ബദർ യുദ്ധകാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാഉൽ ബദരീങ്ങളെ. ബദരീങ്ങളുടെ സ്മരണ മുസ്ലിം മനസ്സുകളിൽ മായാതെ നിൽക്കുന്ന ഒരുപാട് കവിതകൾ നമ്മുടെ കൈരളിയിൽ വിരിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അടരാടി ബദർ രക്തസാക്ഷികളെ അൻഹോ മുറലി അല്ല ചൊല്ലും സദാ. അവരാണ് 313 പേർ അഹ്ലുൽ കുഫ്റോട് പൊരുതിയോരാം. അടരാടി ബദർ രക്തസാക്ഷികളെ അൻഹോ മുറലി അല്ല ചൊല്ലും സദാ. അവരാണ് 313 പേർ അഹ്ലുൽ കുഫ്റോട് പൊരുതിയോരാം. എല്ലാ സ്ഥലങ്ങളിലും അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങളാണ്. അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ വ്യത്യസ്തങ്ങളായ ശൈലിയിൽ. മറ്റൊന്നാണ്
സമുദായോൻ്റെ അലറത്തിലെന്നും ഹയാത്തുള്ള ഷൗക്കുറ്റ ബദർ ശുഹദാക്കളെ സമുദായത്തിനായുയർമാലും കൊടുത്തുള്ള സൗഭാഗ്യമുത്ത് ബദരീങ്ങളെ ധീരതയോടെ ദീൻ ഇസ്ലാമിനെ നേടിക്കൊടുത്തൊരു യോദ്ധാക്കൾ, ക്രൂരന്മാരുടെ മുമ്പിൽ വിനയന്മാർ കാട്ടിക്കൊടുത്തൊരു നേതാക്കൾ, ധീരതയോടെ ദീൻ ഇസ്ലാമിനെ നേടിക്കൊടുത്തൊരു യോദ്ധാക്കൾ, ക്രൂരന്മാരുടെ മുമ്പിൽ വിനയന്മാർ കാട്ടിക്കൊടുത്തൊരു നേതാക്കൾ തക്ബീറുമാർത്തി വിളിച്ചിട്ട് അടരാടി അവർ ബഹുജോറിലേ അടരാടി അവർ ബഹുജോറിലേ. സ്വഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ ലോകത്തിനെന്നും സന്തോഷമാണ്. അതിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മനോഹരമായിരിക്കുന്ന ബദർ കിസ്സപ്പാട്ടാണ് അതിൽ ടോപ്പായി നിൽക്കുന്നത്. മോയിൻകുട്ടി വൈദ്യരുടെ മനോഹരമായ അവതരണം അത് ആരെയും അത്ഭുതപ്പെടുത്തും. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർക്കൊടി മൂന്നെണ്ണം കെട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാം പിൻരണ്ടും അസ്വദുമാമേ. ബദറിൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർക്കൊടി മൂന്നെണ്ണം കെട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാം പിൻരണ്ടും അസ്വദുമാമേ. മോയിൻകുട്ടി വൈദ്യരെ ഇങ്ങോട്ട് അവതരിപ്പിക്കുമ്പോൾ അതൊരു പ്രത്യേക മാസ്മരിക ശക്തിയാണ്. മോയിൻകുട്ടി വൈദ്യരുടെ മനോഹരമായ അവതരണത്തിൽ അബൂജാഹിലിൻ്റെ ഒരു പുറപ്പാടിൻ്റെ രംഗം വളരെ സമർത്ഥമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പുറപ്പെട്ടബുജാഹിലുടൻ കിബർ പൊങ്ങിയളും ദിലിബാസ് ചമൈന്ത് പുതുമാ കസബീട്ടകൻ കൈത്തം ഹരീറുമുടുത്തിടവേ മികവായ പട്ടുകളാൽ ഉള്ളമേൽ ചട്ടകളും അരനാട ചൊട്ടികളും പല പണി പുതുതായെടുത്തൊരു ഹാത്തും വിരൽക്ക് പതിച്ചിടലായി. പുറപ്പെട്ടബുജാഹിലുടൻ കിബർ പൊങ്ങിയെളുന്തി ലിബാസ് ചമൈന്ത് പുതുമാ കസബീട്ടകൾ ബൈത്ത് ഹരീറുമുടുത്തിടവേ. അത് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മനോഹരമായ ഒരു ആവിഷ്കാരമാണ്. അങ്ങനെ ബദരീങ്ങളുടെ മനോഹാരിത, അവർ ഈ ലോകത്തിന് ഈമാനുള്ള ഏതൊരാൾക്കും ബദർ അനുസ്മരിക്കാതെ കഴിയില്ല. ബദരീങ്ങളുടെ മഹത്വവും അവരുടെ ആവേശവും ഉൾക്കൊള്ളാൻ നമുക്ക് ഈമാനുള്ള ഏതൊരാളും ബദരീങ്ങളുടെ പേര് പറയണം, ബദരീങ്ങളുടെ മേൽ ഫാത്തിഹ ഓതണം. ഒരുപാട് കവിതകൾ മലയാളത്തിൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ വിളിച്ചോതിയിട്ട് പറയുന്നുണ്ട്. ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഗദ്യങ്ങളും പദ്യങ്ങളും വന്നിട്ടുണ്ട്. അതിൽ മറ്റൊന്നാണ് ബദരീങ്ങളെ പെറ്റ നാടു കാണാൻ ബഹ്റാലയും നീന്തി വന്നവൻ ഞാൻ. ബദറും മുഹദത്രയോ പോർക്കളങ്ങൾ ഇന്ന് ബൈത്തുകൾ മൂളുന്ന കാഴ്ചലകൾ. ആ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ ബദറിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാണ്. ബദറൊന്ന് പോയി കാണേണ്ടതാണ്. ബദർ യുദ്ധ രണാങ്കണമൊന്ന് പോയി കാണാം. അർഹമുറാഹിമായ റബ്ബ് ബദർ യുദ്ധ രണാങ്കണമൊന്ന് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവിടെ നമുക്ക് പോകണം. അതിനെന്നും ബദരീങ്ങളുടെ മേൽ അവരുമായൊരു കണക്ഷൻ ഉണ്ടാകുക.
ബദരീങ്ങളുടെ മേൽ എന്നും ഒരു ഫാത്തിഹ ഓതുക. എന്നാൽ ബദരീങ്ങളുമായുള്ളൊരു ബന്ധം നമുക്കുണ്ടാവുകയും ബദർ യുദ്ധ രണാങ്കണത്തിൽ ഒന്ന് നമുക്ക് അവിടെ എത്തിപ്പെടാൻ അള്ളാഹു അവസരം ഒരുക്കി തരികയും ചെയ്യും.